ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അനുഗ്രഹീതരായ ദൈവജനത്തിനും കർത്തനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ഹോശേയ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. ആഖോർ താഴ്വരയെക്കുറിച്ച് നാം ഇന്നലെ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ആഖോർ താഴ്വര അത് വലിയ ശാപത്തിൻ്റെ താഴ്വരയാണ്. അനുസരണക്കേട് മൂലം വന്നുപോയ അനർത്ഥങ്ങളുടെ താഴ്വരയാണ്. വലിയ ദൈവകോപത്തിൻ്റെ താഴ്വരയാണ്. ദൈവം ശിക്ഷിക്കുന്നതിൻ്റെ പ്രതീകമായ താഴ്വരയാണ് ആഖോർ താഴ്വര. ആഖാൻ ഒരാൾ പാപം ചെയ്തു. ആ ഒരാളുടെ പാപം മൂലം എല്ലാ ഇസ്രായേലും ദുരിതം അനുഭവിക്കാനിടയായി. ഇസ്രായേൽ ജനം മുഴുവൻ ദുരിതം അനുഭവിച്ചു. എന്നാൽ ആഖാൻ വേണമെങ്കിൽ അവൻ്റെ പാവം ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാമായിരുന്നു. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ യോശുവയുടെ അരികിൽ വന്ന് യോശുവയോട് പറയാമായിരുന്നു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അബദ്ധം എനിക്ക് വന്നുപോയി, അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അവനത് അവസരം പ്രയോജനപ്പെടുത്തിയില്ല. അവസരങ്ങൾ ലഭിച്ചു, പക്ഷേ അവസരം പ്രയോജനപ്പെടുത്തിയില്ല. തന്മൂലം അവൻ പാവം ഏറ്റു പറഞ്ഞു. പക്ഷേ അനവസരത്തിലായി പോയതുകൊണ്ട്, അവസരം തെറ്റിപ്പോയതുകൊണ്ട് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവനെ ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞ് കൊന്നു. അതാണ് സംഭവിച്ച കാര്യം യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. എന്നാൽ ഇവിടെ വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹോശേയ പ്രവാചകന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തമാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എന്താണ് വാഗ്ദത്തം? അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. സ്നേഹം വശീകരിക്കുന്നു, സ്നേഹം സ്വാധീനം ചെയ്യുന്നു. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുകയുള്ളൂ. സ്നേഹം കൊണ്ട് മാത്രമേ നമുക്കൊരാളെ നേടാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ഭർത്താവും ഭാര്യയും അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാം സ്നേഹത്തോടെ വസിക്കുന്നു എങ്കിൽ ആ കുടുംബം ഐശ്വര്യം ഉള്ളതായിരിക്കും. ഇന്ന് അനേകം കുടുംബങ്ങൾ അങ്ങ് നീറിപ്പോകുന്നതിന് കാരണം സ്നേഹമില്ല എന്നുള്ളതാണ്. സ്നേഹിക്കാൻ പറ്റുന്നില്ല. പല കൈപ്പേറിയ ഓർമ്മകൾ ചിലരുടെ ഉള്ളിലുണ്ട്. ശരിയാണ്, തെറ്റുപറ്റിയതാണ്. ഭർത്താവിനെക്കുറിച്ച് ചില വേദനാ വിഷയങ്ങൾ ഭാര്യയുടെ ഉള്ളത്തിലുണ്ട്. ഭാര്യയെക്കുറിച്ചുള്ള ചില സംശയ വിചാരങ്ങളോ മറ്റോ ഭർത്താവിൻ്റെ ഉള്ളത്തിലുണ്ട്. പൂർണ്ണമായും അങ്ങ് നിറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ കുടുംബത്തിൽ ഐശ്വര്യം പോകുന്നു, മക്കൾക്ക് ഐശ്വര്യം പോകുന്നു, മക്കളുടെ സമാധാനം നഷ്ടപ്പെടുന്നു, മക്കളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയെല്ലാം പോയി പോകുന്നു. മക്കൾ ചിലർ അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ തീ തിന്ന് കഴിയുകയാണ്, വേദനിച്ച് കഴിയുകയാണ്. മക്കൾ ചിലർ വഴിതെറ്റി പോകുന്നതുകൊണ്ട് മാതാപിതാക്കൾ വലഞ്ഞ് വിഷമിക്കുകയാണ്. എല്ലാം തീരും സ്നേഹത്തിലെല്ലാം മുങ്ങിപ്പോകും. സ്നേഹം അത് വലിയ അനുഭൂതിയാണ്, വലിയൊരു അനുഭവമാണ്. സ്നേഹത്തിൻ്റെ ആ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് നാം വന്നാൽ നമുക്ക് അനേകം പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ചില ഇല്ലായ്മകളുണ്ട്, വല്ലായ്മകളുണ്ട്. ചില കുടുംബങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട്. പൈസ ചെയ്യുകയില്ല, അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടത്ര മാർഗം കാണുകയില്ല, അല്ലെങ്കിൽ പിള്ളേർക്ക് ഫീസ് കൊടുക്കാനുള്ള മാർഗം കാണുകയില്ല, അല്ല പെട്ടെന്ന് രോഗം വന്നാൽ ചികിത്സിക്കാൻ പൈസ കാണുകയില്ല, ആരോടും ചെന്ന് കടം മേടിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും യാതനകളും എല്ലാം ഉള്ളപ്പോൾ തന്നെ
സ്നേഹമുണ്ടെങ്കിൽ, പരസ്പര സ്നേഹമുണ്ടെങ്കിൽ എല്ലാം അതിൽ മുങ്ങിപ്പോകും. പ്രശ്നങ്ങൾ സാരമില്ല. ആ സ്നേഹമാണ് നമ്മെ വശീകരിക്കുന്നത്. നമ്മെ സ്വാധീനം ചെയ്യുന്ന സ്നേഹമാണ്. ഓർത്തുകൊള്ളൂ, പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും സംശയരോഗികൾ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഭാര്യയെക്കുറിച്ച് ഒട്ടുമില്ലാത്ത കാര്യം ഭർത്താവ് അങ്ങ് നിരൂപിക്കുന്നു. പാവം, ആ സ്ത്രീ നിരപരാധിയാണ്, നിഷ്കളങ്കയാണ്. പക്ഷേ ഭർത്താവിന് അവളെ സംശയം. അവൾ ഒന്ന് നല്ലപോലെ ഒരുങ്ങി പള്ളിയിൽ പോയാൽ അവന് സംശയം, അവളൊരുങ്ങി യോഗത്തിന് പോയാൽ സംശയം, അവളുടെ വീട്ടിൽ, സ്വന്തം ജനിച്ച വീട്ടിൽ പോയാൽ സംശയം. ഭർത്താവിന് എപ്പോഴും അവളെ സംശയം. അതൊരു രോഗമാണ്. ജാരശങ്ക എന്ന് പറയും. ജാരശങ്ക അതൊരു രോഗമാണ്, മാനസിക രോഗം തന്നെയാണ്. പക്ഷേ ആ രോഗത്തിൻ്റെ കാരണം പൈശാചിക ബാധയാണ്, ഭൂതബാധയാണ്. ഒരു ഭൂതബാധയാണത്. മറിച്ചും സ്ത്രീകൾ അവരുടെ ഭർത്താവിനെക്കുറിച്ച് പൂർണ്ണ വിശ്വാസം വരുന്നില്ല. അവൾക്ക് ഭർത്താവിൻ്റെ സ്നേഹമാണ്. പക്ഷേ ഭർത്താവ് വേറെ ഏതോ സ്ത്രീയോട് സ്നേഹമുണ്ടെന്ന് അവൾക്കൊരു തോന്നൽ. എവിടെയോ ആരോടോ ഒക്കെ അവന് സ്നേഹമുണ്ട് എന്നൊരു ചിന്ത ഒട്ടുമില്ലാത്തതാണ്. ആ പാവം മനുഷ്യൻ വളരെ ആത്മാർത്ഥമായി അവളെ സ്നേഹിക്കുന്നുണ്ടാകും, അവളെ കാര്യമായി കരുതുന്നുണ്ടാകും. പക്ഷേ എല്ലാറ്റിലും അവൾ കുറ്റം കാണും, തെറ്റുകൾ കാണും. അതൊരു പൈശാചിക ബാധയാണ്. ഒരു ജാരശങ്ക എന്ന് പറയുന്ന ഒരു മഹാഭാവമാണ്. ഇത് മാറിപ്പോകാൻ വാസ്തവത്തിൽ ആത്മീയരായ രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ അതിന് മാർഗമുണ്ട്. പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഈ ഘോര പിശാചിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ദുരാത്മാക്കളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൽ ശത്രുവായ പൈശാചികൻ ഞങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ വന്നിരിക്കുന്ന കർത്താവേ, അവനെ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണമേ. ഈ ബാധയിൽ നിങ്ങൾ വിടുവിക്കണമേ. ഒരാൾ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ കർത്താവിൻ്റെ തിരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ആ കുരിശിൽ ചൊരിച്ച തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ പൈശാചിക ബാധ മാറിപ്പോകും. അനേകരിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടല്ലോ. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ നമുക്കറിയാമല്ലോ, അനേകരിൽ നിന്ന് ഈ ബാധ മാറിപ്പോയിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സാധ്യതയില്ലാത്തവർ, അതിനുള്ളതായ ആത്മാവിൻ്റെ വീര്യമില്ലാത്തവർ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ചികിത്സിക്കാം. ഒരു നല്ല ഡോക്ടറെ കാണാം. വളരെ നിസ്സാരമായ മരുന്ന് മതി. വളരെ നിസ്സാരമായൊരു മരുന്ന്, വളരെ ചെറിയൊരു മരുന്ന്. ആ ഡോക്ടർ തരുന്നതായ ആ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ആ ദുസ്സംശയങ്ങൾ മാറിപ്പോവും. അതൊരു ഭീകരമായ ബാധയാണ്. അതൊരു പൈശാചിക ബന്ധനമാണ്. പക്ഷേ അതൊരു ശരീരത്തിൽ അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു രോഗമായി തീരുകയാണ്. നമ്മുടെ നാഡി ഞരമ്പുകളെ ബാധിക്കുന്ന രോഗമായി തീരുകയാണ്. നെർവസ് സിസ്റ്റം മുഴുവൻ തകരാറിലായി പോകും അതോടുകൂടി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിലർ അനുഭവിക്കുന്നവരുണ്ടാകും. നിങ്ങൾ കാര്യം ചെയ്യൂ, ഒരു നല്ല മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ പോയി കാണൂ. ഒരു മോശവുമില്ല. ഡയബറ്റീസ്, നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ കാണുന്നു. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വേദന, വയറിലോ അല്ലെങ്കിൽ ചെന്നിയിലോ വേദനയുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നു എന്നതുപോലെ മാത്രമേ അത് കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു മോശമായ കാര്യമല്ല ഡോക്ടറെ കാണുക എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ പലരും എനിക്ക് രോഗമൊന്നുമില്ല, നിങ്ങൾക്കാ രോഗമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് രോഗമൊന്നുമില്ല, നിങ്ങൾക്കാ രോഗം എന്ന് പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുകയല്ലാതെ അതിൻ്റെ പരിഹാരം കാണാൻ നോക്കുന്നില്ല. സ്നേഹമാണ് വശീകരിക്കുന്നത്. സ്നേഹം വശീകരിച്ച് കഴിയുമ്പോൾ ആഘോർ താഴ്വരയിലെ മരണം അത് പ്രത്യാശയുടെ വാതിലായി മാറും. സ്തോത്രം. ഗൗരവമുള്ള കാര്യമാണത്. ഒന്നുകൂടി വായിക്കൂ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കും, പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ആഘോർ താഴ്വര പ്രത്യാശയുടെ വാതിലായി മാറുന്നു. ഒരു വലിയ ആത്മീയ അനുഭവമാണത്. എന്നും ശാപഗ്രസ്തമായ ഭവനം അനുഗ്രഹീതമായൊരു ഭവനമായി മാറുന്നു. എന്നും ആന്തരികമായ ഭിന്നതയോട് കഴിയുന്ന ഭവനം ആന്തരികമായ ഐക്യവും ഹാർമണിയുമുള്ള ഭവനമായി മാറുന്നു. സാധിക്കുന്ന കാര്യമല്ലേ ദൈവത്തിന് വചനം പറയുകയുള്ളൂ. നാം നമ്മെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള അസാധ്യതകളെ ദൈവം സാധ്യതകളാക്കി മാറ്റിത്തരും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും.
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പലതും നമുക്ക് നേരിടും. പക്ഷേ സ്നേഹത്തിൽ കൂടി ഇതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും, ഇതിനെല്ലാം നേരിടാൻ സാധിക്കും, ജയിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം വശീകരിച്ച് കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത്. വശീകരിച്ച്, സ്നേഹത്തിൻ്റെ ഒരു വശീകരണ ശക്തിയുണ്ട്. നിഷ്കളങ്ക സ്നേഹത്തിന് പരിശുദ്ധമായൊരു വശീകരണ ശക്തിയുണ്ട്, പരിശുദ്ധമായ ശക്തി. ജഡത്തിൻ്റെ ചില വശീകരണ വിദ്യകളൊക്കെ ഉണ്ട്, അത് ജഡീകനായ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ. ജഡത്തിൻ്റെ വശീകരണ ശക്തികളല്ല ഇത് ആത്മാവിൻ്റെ വശീകരണ ശക്തി. ആത്മാവ് വശീകരിക്കും. ഒരു വലിയ ആത്മീയ അനുഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ വശീകരിക്കുന്നത്. നമ്മെ അങ്ങ് ആത്മാവിൻ്റെ സമാധാനത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും അങ്ങ് ലയിപ്പിക്കുകയാണ്. നാം ഈ ലോകത്തല്ല എന്ന് തോന്നുന്നപ്പോൾ, ഈ ലോകത്തല്ല, നാം വേറെ ഏതൊരു ലോകത്തേക്ക് പോയി എന്ന് തോന്നും. ഇതെല്ലാം ഒരു ആത്മീയ അനുഭവങ്ങളാണ്, ആത്മീയ അനുഭവങ്ങൾ. ആത്മീയമായ അനുഭവങ്ങളുടെ ആ പ്രതലത്തിൽ കൂടി നമ്മുടെ മനസ്സ് യാത്ര ചെയ്യണം. ആത്മീയ അനുഭവങ്ങൾ. നമുക്ക് ഈ ലോകത്തിലെ ജീവിതം കുറച്ച് നാളിങ്ങനെ ജീവിച്ചു, കഷ്ടപ്പെട്ടും വിഷമിച്ചും വഴക്കടിച്ചും ഭിന്നിച്ചും പൈസയില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചും രോഗമാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും അങ്ങനെ കാലങ്ങൾ പോകുന്നു. മക്കളെക്കുറിച്ച് ഓർത്ത് വിലപിച്ചും ഭർത്താവിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചും ഇങ്ങനെ കാലങ്ങൾ പുറകെ പോകുന്നു. കുറെ കഴിഞ്ഞ് നാം കടന്നു പോകുന്നു. അങ്ങനെ പോകേണ്ടതല്ല ജീവിതം. ജീവിതം ഈ ചുരുങ്ങിയ കാലയളവ് നിത്യതയ്ക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള കാലമാണ്. നിത്യജീവൻ സമ്പാദിക്കാനുള്ള കാലമാണ്. നിത്യജീവൻ, നിത്യസ്വർഗം. നാം ഓരോരുത്തരും നിത്യസ്വർഗത്തിലേക്ക് എത്തിച്ചേരേണ്ടവരാണ്. നാം ഒരു അന്യരായിട്ട് നിൽക്കേണ്ടവരല്ല. നിത്യസ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രത്യാശയുടെ വാതിലായി മാറും പ്രത്യാശ. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പ്രത്യാശ കൈവിട്ട് കളയരുത്. നിരാശ വരരുത്. പ്രത്യാശ കൈവിട്ട് കളയരുത്. കാരണം ക്രിസ്തു പ്രത്യാശയുടെ ഗോപുരമാണ്. ദാവീദ് പ്രാർത്ഥിക്കും, പ്രത്യാശയുടെ ഗോപുരമാണ് ക്രിസ്തു. പ്രത്യാശയുടെ സമൃദ്ധിയാണ് ക്രിസ്തു. പ്രത്യാശ. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഞാൻ മരിച്ചാൽ മതിയെന്നൊന്നും ആർക്കും തോന്നരുത്. ദുരിതങ്ങളുണ്ട്, യാതനകളുണ്ട്, വേദനകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു തോന്നരുത്. കാരണം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചപ്പോൾ നമ്മിൽ ചില അനുഗ്രഹീതമായ സമൃദ്ധിയേറിയ അനുഗ്രഹങ്ങൾ, ധന്യമായ അനുഭവങ്ങൾ കർത്താവ് നമുക്ക് തരാൻ വേണ്ടിയാണ് അയച്ചത്. നമ്മിൽ കൂടി ചില കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് കൂടെ അയച്ചത്. നിത്യതയിൽ നിന്ന് കർത്താവ് നമ്മെ ഒരാളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നാം ആരും ആഗ്രഹിക്കാത്ത സമയത്ത്, നാം ആരും നിരസിക്കാത്ത സമയത്ത് നാം ഈ ഭൂമിയിലേക്ക് വരാനിടയായത് നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയമായ കാര്യപരിപാടിയാണ്. നാം ആരും വില കുറഞ്ഞവരല്ല. ദൈവം നിശ്ചയിച്ച്, ദൈവം നിർണയിച്ച് ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവന്നവരാണ്. നിത്യനായ ദൈവത്തിൻ്റെ യുഗപരിപാടിയാണത്. നമ്മിൽ കൂടി എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, നടക്കണം. അതിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ മതി. അതുകൊണ്ട് ഒരിക്കൽ പോലും എനിക്ക് മരിച്ചു കളയാമെന്ന് തോന്നരുത്. ആത്മഹത്യ ചെയ്യരുതെന്നല്ല, അതുമാത്രം പോരാ. ആത്മഹത്യ ഞാൻ എങ്ങനെയെങ്കിലും ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതൊക്കെ വലിയ പാപമാണ്. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നത് ഒരു പാപമാണ്. ദൈവത്തിന് സ്തോത്രം. നേരെക്കുറിച്ച് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വേല തേക്കണം, എനിക്ക് എൻ്റെ ഓട്ടം തേക്കണം, എനിക്ക് എൻ്റെ യേശു തന്ന അനുഗ്രഹങ്ങളോടത്ത് സ്തുതിയെ തേക്കണം, എനിക്ക് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തീമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയും, അവസാനത്തെ ലേഖനത്തിൽ പറയും, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പൂർത്തീകരിക്കാതെ ഒന്നും വിട്ടേച്ച് പോകരുത്. അപ്പോൾ പൗലോസ് പറയാണ്, നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. നീ അൺഡണായിട്ട് ഒന്നും വിട്ടേക്കരുത്. ഒന്നും പൂർത്തീകരിക്കാതെ നീ ഒന്നും വിട്ടേച്ച് പോരരുത്. ചെയ്യേണ്ടതെല്ലാം തേക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം പൂർത്തീകരിച്ചെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യേണ്ടതായിട്ട് ദൈവം എന്നിൽ കണ്ടതായ പ്രവൃത്തികളെല്ലാം ഞാൻ തീർത്തു, എല്ലാം തികച്ചു പറയാൻ പറ്റുമോ? അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് മനസ്സിലാകുന്നത്. എന്നെക്കുറിച്ച് ദൈവത്തിന് ചില നിയതമായ കാര്യപരിപാടികളുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ഒത്തതവണ്ണം നിന്നില്ലല്ലോ എന്നപ്പോൾ നാം മനസ്സിലാക്കും. നിങ്ങൾ തീർച്ചയായിട്ടും യോഗത്തിന് വരുന്നവരുണ്ട്, അനേകം വരുന്നുണ്ട്, ആളുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. വന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കേൾക്കാം, ശരിയാണ്, പക്ഷേ ഒന്നും ആയില്ല. യോഗത്തിന് വരുന്നു, വചനം കേൾക്കുന്നു, അങ്ങ് പോകുന്നു. ദൈനംദിന ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ആവലാധികളും അങ്കലാപ്പുകളും എല്ലാമായിട്ട് അങ്ങനെ കഴിഞ്ഞ് പോകുന്നു. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുകയാണ്. ഈ കാളവണ്ടിച്ചക്രം ഉരുളുന്നത് പോലെ ഇങ്ങനെ ഉരുണ്ടുരുണ്ടങ്ങ് പോകുന്നു.
ഇതാ കുറച്ച് അങ്ങ് ചെന്നു, അവിടെ തീർന്നു, ജീവിതം തീർന്നു. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന് വലിയേറിയ ഉദ്ദേശമുണ്ട്. വലിയ വലിയ ഉദ്ദേശത്തോടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളാരെയും ഒഴിവാക്കുന്നില്ല. എല്ലാവരെയും ദൈവം വലിയ ഉദ്ദേശത്തോടെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഉന്നതമായ ആശയിലേക്കും ദൈവത്തിൻ്റെ ഉന്നതമായ വിളിയിലേക്കും നാം വന്ന് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം നാം വാങ്ങുകയും അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി നാം തീരുകയും ചെയ്യണം. അനേകർക്ക് അനുഗ്രഹം കൊടുക്കുന്നവരായി നാം തീരണം. അനേകർ നീറിപ്പോകുന്ന മനസ്സുകൾക്ക് സമാധാനത്തിൻ്റെ നെറുംതുള്ളികൾ പൊഴിച്ചു കൊടുക്കുന്നവരായി നാം തീരണം. നരകദുരിതം അനുഭവിക്കുന്ന അനേകർക്ക് സ്വർഗ്ഗ സൗഭാഗ്യത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം അർത്ഥവത്താണ്. പ്രത്യാശയുടെ വാതിൽ. ദൈവത്തിന് സ്തോത്രം. അനേകം ആളുകളും അറിയിക്കുന്ന എഴുത്ത് മൂലമോ വാട്സാപ്പ് മെസ്സേജ് മൂലമോ ഇമെയിൽ മൂലമോ ഒക്കെ അറിയിക്കുന്ന ഒരു വലിയ കാര്യം നിരാശയെക്കുറിച്ചാണ്. നിരാശ വന്നു പോയി എന്ന് പറയും. നിരാശ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു 27 സങ്കീർത്തനം അവസാനത്തെ വാക്യം എന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്തുന്ന വാക്യമാണ്. 27 സങ്കീർത്തനം അവസാനത്തെ വാക്യം. ആദ്യ വാക്യങ്ങൾ അങ്ങനെ തന്നെയാണ്. 27 സങ്കീർത്തനം അവസാനത്തെ വാക്യം, യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക. തൊട്ടു മുൻപുള്ള വാക്യം പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്നാണ്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു 1971 എനിക്ക് തോന്നുന്നു. അന്ന് ഞങ്ങൾക്ക് പാടത്ത് നെൽകൃഷിയുള്ള കാലമാണ്. ഇവിടെ കർഷക തൊഴിലാളി യൂണിയൻ രൂപപ്പെടുത്തി. ഇവിടെ എൻ്റെ ഇവിടുത്തെ കണ്ടങ്ങളിൽ നിന്ന് കൊയ്യാനും ഞാറ് നടാൻ, ഞാറ് പറിക്കാനും, അങ്ങനെ ചവറ് മുറിക്കാനും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വേലക്കാരുണ്ട്. പാടത്ത് ഒഴുകാൻ വരുന്ന വേലക്കാരനുണ്ട്. കർഷക തൊഴിലാളി യൂണിയൻ വന്നപ്പോൾ ഇവരെയൊക്കെ ആ ഭാഗത്തേക്കാക്കി അവരുടെ യൂണിയനിലേക്ക് പെടുത്തിയിട്ട് ഒരു ദിവസം, കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഒരു ദിവസം ഇവിടെ ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടി. ഇവിടെ റബ്ബറുണ്ട്. റബ്ബറിൻ്റെ ഇട കിളയ്ക്കാനായിട്ട് ഒരു 10-20 പേര് ജോലിക്കാരുണ്ട്. ജോലിക്കാർ കിളയ്ക്കാൻ വന്ന് കിളച്ചുകൊണ്ടിരുന്നപ്പോൾ യൂണിയൻകാർ വന്ന് കയറ്റിവിടാൻ, പണിയിക്കാൻ പറ്റില്ല, ഞങ്ങളാണ് പണിയേണ്ടത്, ഇവിടെ വേറെ ആരും പണിയണ്ട എന്ന് പറഞ്ഞ് കയറ്റിവിടാനായിട്ടൊരു പരിശ്രമമൊക്കെ നടത്തി. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ഒരു വലിയ അങ്കലാപ്പായിപ്പോയി. കാരണം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഒരു 2-3 ചാക്ക് കരിങ്കൽ ചീളുകളായിട്ട് വന്നു. അവർ വന്നാൽ അവർ എറിയാൻ. വേറെ കളിക്കുന്നവർ പറഞ്ഞു, സാറൊന്നും പേടിക്കേണ്ട, ഞങ്ങളുടെ കയ്യിൽ തൂമ്പയുണ്ടല്ലോ, കളിക്കുന്ന ആയുധമുണ്ടല്ലോ, അവരൊന്നിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. അപ്പോൾ ശരിയായൊരു യുദ്ധത്തിനുള്ള ഭൂമി ഒരുങ്ങുകയായിരുന്നു. യുദ്ധം. അന്നത്തെ കാര്യങ്ങൾ ചില പ്രായമുള്ളവർക്ക് ഓർമ്മ കാണും. ഞാനും വല്ലാതായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മുടെ പറമ്പിൽ ഈ പാവപ്പെട്ട ഒരു രക്തം ചിന്തുമോ? എന്ത് ചെയ്യും? എന്താ അതിന് പരിഹാരം? ഞാൻ അന്ന് പല രീതിയിലും ഞങ്ങളെ സഹായിക്കുന്ന ചില ആളുകൾ, ആലീസിൻ്റെ ബന്ധത്തിൽ നിന്നും എൻ്റെ ബന്ധത്തിൽ നിന്നും എൻ്റെ സൗഹൃദ വലയത്തിൽ നിന്നെല്ലാം ചിലർ ഇവിടെ വന്നിട്ടുണ്ട്. ഏതിനും തയ്യാറായി. അതിന് വേണ്ടി വന്നാൽ ഓടാനുള്ള കാറുമൊക്കെ ആയിട്ട് ചിലർ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു അങ്കലാപ്പായിരുന്നു. വളരെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഞാൻ അകത്ത് കടന്ന് ഞാൻ വേദപുസ്തകം വായിക്കുമ്പോഴെല്ലാം ഞാൻ വായിക്കുന്ന ഈ വാക്യമാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. അതിൻ്റെ അവസാനത്തേക്ക് വന്നപ്പോഴേ, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, അതിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് ധൈര്യമായി. ഞാൻ പുറത്ത് വന്ന് അവർ സംസാരിക്കുമ്പോൾ അവർ, നീ അങ്ങോട്ട് പുറത്തേക്ക് വരണ്ട, നീ അത് തിരുന്നാൽ മതി, നിനക്ക് ഇതിനെ നേരിടാനുള്ള കഴിവില്ല, ഞങ്ങളൊക്കെ നോക്കിക്കോളാം.
ചില ആളുകൾ എന്നോട് സ്നേഹമുള്ളൊരു അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെയും അകത്ത് ചെന്നു ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ വാക്യം തന്നെ പിന്നെയും ഉരുവിട്ടിട്ട് ഞാൻ പിന്നെയും വരും. അപ്പോഴാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ബൈക്കിൽ ഓടി വരുന്നു. അവരുടെ വട്ടിയൂരത്തു നിന്ന് എല്ലാവരും അവർ വലിയൊരു ജാതിയായിട്ട് ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. കുറച്ചും ആളുകളല്ല, അവർ വന്നാൽ ഒരു വലിയ വഴക്കുണ്ടാകും, വലിയ പ്രശ്നമുണ്ടാകും. അവർ ഇവിടെ പണിയുന്ന ജോലിക്കാരെല്ലാം കയറ്റി വിടും. അതുകൊണ്ട് വളരെ വളരെ കരുതിയിരിക്കണം, വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചൊരു പയ്യനാണ്. അവൻ ഓടി വന്ന് ബൈക്കിൽ വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നൊരു അങ്കലപ്പ് കയറി. ഒത്തിരി കഴിഞ്ഞപ്പോൾ പിന്നെയും വന്ന് പറയുകയാണ്, താണ്ടി ആ ജാഥ ഒരുങ്ങി അത് നടന്നു തുടങ്ങി, പോയി ഉടനെ വരും. മനസ്സ് വല്ലാതെ വെപ്രളപ്പെട്ടു. ഇന്നതൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. എനിക്ക് ഒന്നേ പിടിയുള്ളൂ, വേറെ ആരുമില്ല. ഇവരൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും യുദ്ധം നടക്കുകയല്ലേ. എന്ന് വെച്ചാൽ കല്ലെറിയും. അവർ കരിങ്കൽ ചീളുകൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, കരിങ്കലുണ്ട്, അവർ എറിയും. പിന്നെ തൂമ്പ കൊണ്ട് യുദ്ധം ചെയ്യും. വരുന്നവരും വെറുതെ നിൽക്കില്ലല്ലോ, എല്ലാം കൊള്ളാനല്ലോ വരുന്നത്. അപ്പോൾ വലിയ അടിപിടി ഉണ്ടാകും. ഈ പേടിച്ച് എനിക്കതിനെ നേരിടാനുള്ള കരുത്തുമില്ല. ഞാൻ പേടിച്ച് പിന്നെയും ഈ വാക്യം പറയും. ഞാൻ ജീവനുള്ളൊരു ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇത് തന്നെ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുക, അകത്തിരിക്കുക. പിന്നീട് ഇടയ്ക്കൊന്ന് ഇറങ്ങി വരും. കുറെ കഴിഞ്ഞപ്പോൾ ജാഥ പോകുന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ പിന്നെയും വന്നു. ഇല്ല, അവർ പിരിഞ്ഞുപോയി, ജാഥ പിരിഞ്ഞുപോയി. അവരുടെ നേതാവ് പറഞ്ഞു, യോഹന്നാസാൻ്റെ വീട്ടിലേക്ക് ഏതായാലും ഞാനില്ല എന്ന് നേതാവ് പറഞ്ഞു. അതുകൊണ്ട് ആ നേതാവ് പണ്ട് ഞാൻ പഠിപ്പിച്ചൊരു പയ്യനാണ്. അത് പറഞ്ഞതുകൊണ്ട്, നേതാവ് പറഞ്ഞതുകൊണ്ട് ആളെല്ലാം പിരിഞ്ഞുപോയി. സമാധാനത്തോടെ ദീർഘശ്വാസം വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഈ വേദവാക്യമാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. വേദവാക്യം എൻ്റെ ജീവിതത്തിൽ ധൈര്യം തന്നതാണത്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇന്ന് മനസ്സ് പതറിയിരിക്കുന്ന ആരെല്ലാം ഉണ്ട്? മനസ്സ് നൊന്തിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പ്രശ്നങ്ങളുടെ മുമ്പിൽ വലഞ്ഞ് വിഷമിച്ച് ഒന്നും ചെയ്യാനാകാതെ അമ്പരപ്പിലിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പരിഭ്രാന്തിയിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? നാളെ എന്ത് എന്നറിയാതെ മനസ്സ് വേദനിച്ച് പൊളയുന്നവരാരെല്ലാം ഉണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയട്ടെ, പ്രത്യാശയുള്ളവരാകുക. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവം സ്നേഹമാണ്. ആഘോർ താഴ്വരയെ, ശിക്ഷയുടെ താഴ്വരയെ, അനർത്ഥത്തിൻ്റെ താഴ്വരയെ അത് പ്രത്യാശയുടെ താഴ്വരയാക്കി മാറ്റാൻ കഴിവുള്ളൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ഇത്രയും നാളെല്ലാം ശിക്ഷയുടെ താഴ്വരയായിരുന്നു. ഇത്രയും നാളുകളെല്ലാം കോപത്തിൻ്റെ താഴ്വരയായിരുന്നു. ഇത്രയും നാളുകളെല്ലാം ദൈവകോപത്തിൻ്റെ താഴ്വരയായിരുന്നു. എന്നാലോ ഇന്ന് പ്രത്യാശയുടെ താഴ്വരയായി മാറുന്നു, പ്രത്യാശയുടെ വാതിലായി മാറുന്നു. നിങ്ങൾ പ്രത്യാശ പ്രാപിപ്പീൻ. എന്താ പ്രത്യാശയ്ക്കുള്ള അതിൻ്റെ ബലമെന്താണ്? ക്രിസ്തുവിലുള്ളതായ വിശ്വാസം. ഞാൻ ആരെ വിശ്വസിക്കുന്നതിനെ അറിയുന്നു, അവൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുത്താൽ കർത്താവ് നിങ്ങൾ പരിപാലിക്കും. സംശയിക്കേണ്ട. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ യേശു ക്രിസ്തു നിങ്ങളെ താങ്ങും, നിങ്ങളെ സഹായിക്കും. തീർച്ചയാണിത്. ഒരു സജീവ യാഥാർത്ഥ്യമാണ്. ക്രിസ്തു ഇപ്പോൾ നാം എല്ലാവരോടും കൂടി ഇരിക്കുന്നത് പോലെ നമ്മുടെ ഇടയിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇടയിൽ കൂടി ക്രിസ്തു നടക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ക്രിസ്തു നമ്മൾ ഓരോരുത്തരെയും കാണുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ വേദനകൾ കാണുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ രോഗം കാണുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം സത്യമാണിത്. നമ്മുടെ പ്രയാസങ്ങൾ കാണുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ കാണുന്നു, നമ്മുടെ ആവലാതികൾ കാണുന്നു, നമ്മുടെ ഹൃദയം ഞരങ്ങുന്നത് കാണുന്നു, നാം അമ്പരപ്പിലാകുന്നത് കാണുന്നു, പരിഭ്രാന്തിയിൽ ഭയപ്പാടിലും വിഷമിക്കുന്നത് കാണുന്നു. എല്ലാം കാണുന്നൊരു ദൈവം. നല്ലവനായ യേശുവിനെ നിങ്ങൾ വിളിക്കുക, യേശുവിനെ നിങ്ങൾ വിളിക്കുക. കർത്താവേ, ഞാൻ ആശയറ്റവനായി ഇതാ വന്നിരിക്കുന്നു. കർത്താവേ, എനിക്ക് പിടിപാടില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല. കർത്താവേ, ഞാൻ പിടിക്കുന്ന കൊമ്പുകളെല്ലാം ഇരിഞ്ഞു പോകുന്നു, ഒടിഞ്ഞു പോകുന്നു. കർത്താവേ, വേറൊരു ആശ്രയം എനിക്കില്ല. കർത്താവേ, നീ ഇപ്പോൾ എന്നോട് മനസ്സലിഞ്ഞ് ഇപ്പോൾ നീ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഇപ്പോൾ എന്നോട് കരുണ തോന്നി എന്നെ സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിൻ്റെ വചനം കേട്ട ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാവരുടെ മേലും കർത്താവേ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, നാശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ അവസരം തരുന്നതായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇന്ന് കരുണയുള്ള കർത്താവേ, ഇതിൻ്റെ മക്കൾക്ക് സമാധാനം നൽകി പറഞ്ഞയക്കണമേ. കുടുംബശാന്തി നൽകി പറഞ്ഞയക്കണമേ.
അനർത്ഥം വരാതെ മക്കളെ അവിടുന്ന് കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തവരന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.